കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരി ഓം. ശ്രീമദ് ഭാഗവത കഥാവിചാരത്തിൽ 29-ാം അധ്യായമാണ് ഇന്ന് നാം കേൾക്കാൻ പോകുന്നത്. ഭക്തിയെക്കുറിച്ചും കാലപ്രഭാവത്തെക്കുറിച്ചുമാണ് ഈ 29-ാം അധ്യായത്തിലൂടെ പറയുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ ധ്യാനത്തെക്കുറിച്ച് അഷ്ടാംഗയോഗത്തിൻ്റെ ഭാഗമായി പറഞ്ഞു. എന്തിനാണ് അഷ്ടാംഗയോഗം അഭ്യസിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമാധിയെ ഉദ്ദേശിച്ചാണ്. കാരണം യമനിയമങ്ങളിൽ തുടങ്ങി ധാരണാധ്യാന സമാധിയിൽ പര്യവസാനിക്കുന്നതാണ് അഷ്ടാംഗയോഗം. യമനിയമം അതിൻ്റെ അടിത്തറയാണ്. അതുപോലെ തന്നെ സമാധി എന്നുള്ളത് അതിൻ്റെ ലക്ഷ്യവുമാണ് യോഗത്തിൻ്റെ. സമാധി രണ്ട് തരത്തിലുണ്ട്. സവികൽപ്പ സമാധിയും നിർവികൽപ്പ സമാധിയും, അല്ലെങ്കിൽ സബീജ സമാധി എന്നും നിർബീജ സമാധി എന്നും പറയാറുണ്ട്. ആ നിർബീജ സമാധിയിലൂടെയാണ് ജീവൻ മുക്ത അവസ്ഥയിൽ എത്തിച്ചേരുന്നത് എന്നുള്ളതും കണ്ടു. ജീവൻ മുക്ത അവസ്ഥയിലൂടെ പിന്നീട് വിദേഹമുക്തി എന്നുള്ളതായ അവസ്ഥയിലും വന്നു ചേരുന്നു. ആത്മലയം അല്ലെങ്കിൽ മോക്ഷം എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. വ്യത്യസ്ത മാർഗങ്ങളിലൂടെ ഇവിടെ സമ്പൂർണമായിട്ടുള്ള കർമ്മയോഗത്തെയും അതുപോലെ തന്നെ ഭക്തിമാർഗത്തെയും ജ്ഞാനമാർഗത്തെയും യോഗമാർഗത്തെയും സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഈ കപിലോപദേശം പ്രതിപാദിക്കുന്നത്. അതിൽ ഈ 29-ാം അധ്യായം ഇനി ഭക്തിയെക്കുറിച്ചാണ് പറയുന്നത്. ഇതുവരെയുള്ള കാര്യങ്ങൾ കേട്ടതായ ദേവഹൂതി ദേവി കപില ഭഗവാനോട് ചോദിക്കുന്നു, ലക്ഷണം മഹദാദീനാം പ്രകൃതേ പുരുഷസ്യ ച സ്വരൂപം ലക്ഷ്യതയാമീഷാം ഏനതത് പാരമാർത്ഥികം തുടങ്ങി 5 ശ്ലോകങ്ങളിലൂടെ തൻ്റെ ചോദ്യത്തെ അവതരിപ്പിക്കുകയാണ് അമ്മ. പറയുന്നു, അവിടുന്ന് ഉപദേശിച്ചു തന്നതായ സാഖ്യവും യോഗവും പ്രായോഗികമായി തീരണം എന്നുണ്ടെങ്കിൽ അന്ധക്കരണ ശുദ്ധി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ മനഃശുദ്ധി ഉണ്ടാകണം. മനസ്സ് ശുദ്ധമായി തീരാൻ നിഷ്കളങ്ക ഭക്തി കൊണ്ട് മാത്രമേ സാധ്യമാകൂ. അതുകൊണ്ട് ഭക്തിയോഗത്തിൻ്റെ സ്വരൂപത്തെ എനിക്ക് പറഞ്ഞു തന്നാൽ കൊള്ളാം. വൈരാഗ്യമില്ലാതിരിക്കുന്ന കാലത്തോളം സാഖ്യവും യോഗവും ഭക്തിയും ഒന്നും ഉണ്ടാവില്ല. അതിനാൽ വൈരാഗ്യമുണ്ടാകുന്നതിന് വേണ്ടി കാലത്തിൻ്റെ പ്രഭാവത്തെയും ജീവൻ്റെ സംസാരഗതിയെയും ഉപദേശിച്ചു തരാൻ കാരുണ്യമുണ്ടാകണം. ഇങ്ങനെയുള്ളതായ ദേവഹൂതി ദേവിയുടെ അപേക്ഷയെ അഭിനന്ദിച്ചുകൊണ്ട് കാരുണ്യത്തോടെ മഹാമുനിയായ കപില ഭഗവാൻ പറയാൻ തുടങ്ങി. ഇനി അങ്ങോട്ടുള്ള അധ്യായങ്ങൾക്കുള്ള ചോദ്യങ്ങളാണ് ഈ അധ്യായത്തിലൂടെ ചോദിക്കുന്നത്. ഭക്തിയെക്കുറിച്ച് വിശദമായി പറഞ്ഞു തരണം. കാരണം ഭക്തി കൊണ്ടേ അന്ധക്കരണ ശുദ്ധി ഉണ്ടാകൂ. ഇതെല്ലാം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ സംസാരത്തിൽ വിരക്തി ഉണ്ടാവണം. സംസാരത്തിൽ ആസക്തമായിരിക്കുന്നിടത്തോളം കാലം നമുക്കിതിൻ്റെ ഒന്നും ആവശ്യം വരില്ല. കാരണം ഈ ലൗകിക വിഷയങ്ങളിൽ തന്നെ പൂർണ്ണ തൃപ്തി ഒരാൾ അനുഭവിക്കുകയാണെങ്കിൽ പിന്നീട് ഈശ്വരമാർഗത്തിൽ സഞ്ചരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ജീവൻ അന്വേഷിക്കുന്നത് പരിപൂർണ തൃപ്തിയും ആനന്ദവുമാണ്. അക്കേച്ചൻ മധുവിന്ദേത കിമർത്ഥം പർവ്വതം വ്രജേത് എന്നുള്ള ഒരു ചോദ്യം ചോദിക്കാറുണ്ടല്ലോ ശാസ്ത്രത്തിൽ. അതായത്
നമ്മുടെ തൊട്ടടുത്ത് തന്നെ നല്ല തേൻ കിട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ എന്തിനാണ് തേനിന് വേണ്ടി പർവ്വതം മുഴുവൻ അലഞ്ഞു തിരിയുന്നത്? അധികം ക്ലേശിക്കാതെ തൊട്ടടുത്തുള്ള ആ തേൻ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ കാര്യം സാധിക്കാം. പിന്നെ പർവ്വതത്തിലൊക്കെ മലകളിൽ ചുറ്റിത്തിരിഞ്ഞ് കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇതുപോലെ തന്നെ സംസാരത്തിൽ അല്ലെങ്കിൽ ലോകത്ത് നമ്മൾ അന്വേഷിക്കുന്നതായ പരിപൂർണ തൃപ്തിയും ആനന്ദവും സുഖവും ഉണ്ട് എങ്കിൽ എന്തിനാണ് ക്ലേശിച്ച് ഈ ഈശ്വരമാർഗത്തെ തിരഞ്ഞെടുക്കുന്നത്? നേരത്തെ പറഞ്ഞതായിട്ടുള്ള യമനിയമാദികളും ഈ ആസന പ്രാണായാമാദികളും തീർത്ഥയാത്രകളും ഒക്കെ നമ്മൾ ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം ജീവൻ അന്വേഷിക്കുന്നത് പരമമായിട്ടുള്ള സുഖമാണ്, ആനന്ദമാണ്. അത് ഈ സംസാരത്തിൽ ലഭ്യമാണെങ്കിൽ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതുകൊണ്ട് ഈ ലോകത്ത് അല്ലെങ്കിൽ ഈ സംസാരത്തിൽ സുഖം അനുഭവപ്പെടുന്നുണ്ടെങ്കിലും പൂർണ്ണമായ തൃപ്തി തനിക്ക് കിട്ടുന്നില്ല. ആ പൂർണ്ണമായ തൃപ്തി, താൻ അന്വേഷിക്കുന്നതായിട്ടുള്ള പരിപൂർണമായിട്ടുള്ള സുഖം, ആനന്ദം, അത് മറ്റേ എവിടെയോ ആണ്. അല്ലെങ്കിൽ തൻ്റെ ജീവൻ്റെ ലക്ഷ്യമായിരിക്കുന്ന ലക്ഷ്യസ്ഥാനം ഇതുവരെ പ്രാപിക്കാൻ കഴിയാത്തതുകൊണ്ട് ഈ സംസാരത്തിൽ ഇങ്ങനെ ചുറ്റിത്തിരിയുകയാണ് എന്നെല്ലാമുള്ള കാര്യങ്ങളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ ഒരാൾക്ക് ആധ്യാത്മിക മാർഗത്തിൽ പ്രവർത്തനം ആരംഭിക്കാൻ തന്നെ സാധിക്കൂ. അപ്പം അതിന് വൈരാഗ്യമുണ്ടാകണം സംസാര വിഷയങ്ങളിൽ. ഈ സംസാര വിഷയങ്ങളിൽ വൈരാഗ്യമുണ്ടാവണമെങ്കിൽ കാലത്തിൻ്റെ പ്രഭാവത്തെ മനസ്സിലാക്കാൻ സാധിക്കണം. അതുപോലെ തന്നെ ജീവൻ്റെ സംസാരഗതിയെയും മനസ്സിലാക്കാൻ സാധിക്കണം. അതിന് അതുകൂടി പറഞ്ഞു തരണം എന്നുള്ള അമ്മയുടെ ചോദ്യത്തെ പുരസ്കരിച്ച് ഭഗവാൻ അതിന് മറുപടി പറയാൻ തുടങ്ങുകയാണ്. അവിടെ പറയുന്നുണ്ട്, ഭഗവാനെ, അങ്ങ് ലോകസ്യ മിഥ്യാഭിമതേഹി അചക്ഷുഷഃ. വാസ്തവത്തിൽ ലോകമെന്ന് പറയുന്നത് ഈ മിഥ്യാഭിമാനം കൊണ്ട് മുഴുകിയിരിക്കുന്നതാണ്. തമസിൽ അനാശ്രയമായിട്ട് നിരാധാരമായിട്ട് അന്ധകാരത്തിൽ അലഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ജീവൻ അങ്ങനെയാണല്ലോ ശരിക്കും സഞ്ചരിക്കുന്നത്. നാം ഓരോരുത്തരുടെയും കാര്യം നോക്കിക്കഴിഞ്ഞാലും അങ്ങനെയാണ്. എങ്ങനെയാണോ ഒരു അന്ധൻ വഴി അറിയാത്ത ഒരു സ്ഥലത്ത് ചെന്ന് പെട്ടുകഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ള വ്യക്തമായ ദിശാബോധമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഞ്ചരിക്കുന്നത്, ഇതുപോലെയാണ് നമ്മളും ഈ സംസാരത്തിൽ ജീവിക്കുന്നത്. ഏതാണ് ശരിയായ മാർഗം, ഏതാണ് തെറ്റായ മാർഗം എന്നുള്ള തിരിച്ചറിവൊന്നുമില്ലാതെ തൻ്റെ ആയുസ് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക എന്നല്ലാതെ സാധാരണ ഒരു വ്യക്തിക്ക് ജീവിതത്തിൻ്റെ വ്യക്തമായിട്ടുള്ള ധർമ്മമാർഗങ്ങളെക്കുറിച്ചോ അധർമ്മമാർഗങ്ങളെക്കുറിച്ചോ താൻ സഞ്ചരിക്കേണ്ട മാർഗത്തെക്കുറിച്ചോ താൻ സഞ്ചരിക്കാൻ പാടില്ലാത്തതായിട്ടുള്ള മാർഗങ്ങളെക്കുറിച്ചോ വ്യക്തമായൊരു കാഴ്ചപ്പാടില്ലാത്തതുകൊണ്ടാണ് ജീവിതം ഈശ്വരൻ നൽകിയതായ ആയുസ് മുഴുവൻ ജീവിച്ചിട്ടും നമുക്കൊരു പൂർണ്ണ തൃപ്തി വരാതെ തൻ്റെ ജീവിതത്തിൽ എന്തെല്ലാമോ ബാക്കി വെച്ച് മടങ്ങുന്നത്. ഒന്നും വേണ്ട വിധമായില്ല എന്നുള്ളൊരു തോന്നൽ അവസാനം ഉണ്ടാവുന്നു. അതെന്തുകൊണ്ടാണ്? ജീവിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ ജീവിതത്തിൽ പ്രധാനമായി നാം ഉൾക്കൊള്ളേണ്ട, മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങളാണ് എന്തിനാണ് തൻ്റെ ജീവിതം, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് താൻ ജീവിക്കുന്നത്, അഥവാ ജീവൻ്റെ ലക്ഷ്യമെന്നുള്ളത് എന്താണ്, അല്ലെങ്കിൽ ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ പരമപ്രയോജനം എന്താണ്, അഥവാ ഈ ജീവിതം കൊണ്ട് ഞാൻ എന്താണ് നേടേണ്ടത്. തനിക്ക് ഈശ്വരൻ ആയുസ് നൽകി, ആരോഗ്യം നൽകി ഈ ഭൂമിയിലേക്ക് വിട്ട് ഇത്രയും കാലത്തെ ആയുസ് കൊണ്ട് ഞാൻ എന്തെങ്കിലും നേടിയെടുക്കാനുണ്ടോ? ഒരു വിദ്യാർത്ഥി സ്കൂളിൽ പോകുന്ന സമയത്ത്, വിദ്യാലയത്തിൽ പോകുമ്പോൾ ആ കുട്ടിക്ക് എന്തിനാണ് പഠിക്കുന്നത് എന്നുള്ളതായ ഒരു വ്യക്തമായ ബോധമുണ്ടെങ്കിൽ മാത്രമേ പരീക്ഷ വരുന്നു, ആ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിക്കണം, അതിനുവേണ്ടി ആദ്യം തന്നെ വേണ്ട രീതിയിൽ പഠിച്ച് തയ്യാറാകണം, ഒപ്പം തൻ്റെ
സ്കൂളിൽ നല്ല പെർഫോമൻസ് കാണിക്കണമെന്നുണ്ടെങ്കിൽ, നല്ല അഭിപ്രായം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ തൻ്റെ ഹോംവർക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നന്നായി ചെയ്ത് ഒരു നല്ല പേരോടുകൂടി ജീവിച്ച് ആ ഒരു വർഷം, അധ്യയന വർഷം കഴിച്ചുകൂട്ടി നല്ല പ്രിപ്പറേഷനോട് കൂടിയിട്ട് പരീക്ഷയ്ക്ക് പോയി കഴിഞ്ഞാൽ നല്ല മാർക്കോടുകൂടി ജയിക്കാനും അങ്ങനെ മുന്നോട്ട് പോയി അവസാനം നല്ലൊരു ജോലിയോടുകൂടി ജീവിക്കാനും സാധിക്കും. എന്നാൽ സ്കൂളിൽ പോകുന്ന സമയത്ത് തന്നെ അതിനെക്കുറിച്ച് യാതൊന്നുമില്ല, അച്ഛനും അമ്മയും പറഞ്ഞു വിടുന്നു, അതുകൊണ്ട് ഞാൻ സ്കൂളിൽ പോകുന്നു. അതല്ലാതെ പഠനത്തിലോ മറ്റതിലോ താല്പര്യമില്ലാത്തൊരു കുട്ടിക്ക് പരീക്ഷാ സമയത്ത് അയ്യോ ഞാനിതുവരെ ഒന്നും പഠിച്ചില്ല എന്നുള്ളതായ ആ ഒരു വിഭ്രാന്തി ഉണ്ടാകും. ഒപ്പം കുറ്റബോധവും ഉണ്ടാകും. ഇതാദ്യം മുതലേ പഠിക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് നന്നായി പെർഫോം ചെയ്യാമായിരുന്നു, അതിനൊക്കെയുള്ള ബുദ്ധിയും കഴിവും സാമർഥ്യവുമൊക്കെ ഉണ്ട്, പക്ഷേ വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ പഠിച്ചില്ല എന്നൊക്കെ തോന്നലുകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. നമ്മൾ അവരെ ഉപദേശിക്കാറുമുണ്ട്. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരി ഇത്രയും കാലം ജീവിക്കുന്നതായിട്ടുള്ള നമുക്ക് നമ്മുടെ ജീവിതത്തിനെക്കുറിച്ചൊരു ലക്ഷ്യബോധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും മറുപടി എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ചും നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണയില്ല പൊതുവെ. കാരണം ഒരു വിദ്യാർത്ഥിക്ക് തൻ്റെ പരീക്ഷയിൽ നല്ല മാർക്കോടുകൂടി, ഇപ്പോൾ കുട്ടികളൊക്കെ ഈ കോച്ചിങ് ക്ലാസ്സുകളും അല്ലെങ്കിൽ ഉന്നതമായ മത്സര പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്ന സമയത്ത് അവരവരുടേതായിട്ടുള്ള സമയം മുഴുവൻ അധികവും പഠനത്തിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി വിനിയോഗിക്കുന്ന കുട്ടികളെ നമ്മൾ കാണാറുണ്ട്. അതേസമയം രക്ഷിതാക്കൾ എത്ര നിർബന്ധിച്ചാലും പഠനത്തിൽ താല്പര്യമില്ലാത്ത, പഠനത്തിൽ വിമുഖരായിട്ടുള്ള കുട്ടികളെയും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഏതൊരു കുട്ടിക്കാണോ തൻ്റെ ജീവിതത്തെക്കുറിച്ച്, താൻ ഉദ്ദേശിക്കുന്നതായ ലക്ഷ്യം നേടിയെടുക്കുന്നതിനെക്കുറിച്ചൊരു ലക്ഷ്യബോധത്തോടു കൂടിയുള്ള പ്രവർത്തനമുള്ളത്, ആ കുട്ടി തൻ്റെ പഠനത്തെ വേണ്ട രീതിയിൽ ക്രമീകരിക്കുകയും അതിനുള്ള സമയം കണ്ടെത്തുകയും ആ കുട്ടി നന്നായി പഠിച്ച് നല്ല രീതിയിൽ വിജയിക്കുകയും ചെയ്യുന്നതും നമ്മൾ കാണാറുണ്ട്. എന്നാൽ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ലക്ഷ്യബോധമോ അതില്ലാത്തത് കൊണ്ട് തന്നെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച്, തൻ്റെ നൈമിത്തിക കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്തതായിട്ടുള്ള മനുഷ്യൻ എന്തെല്ലാമോ ചെയ്തുകൊണ്ട് ആയുസ് കളയുന്നതും നാം കാണാറുണ്ട്. രാമായണത്തിൽ പറയുന്നത് പോലെ ആയുസ്സു പോകുന്നതേതോ മറിഞ്ഞില്ല, മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ. മായാസമുദ്രത്തിൽ മുങ്ങിക്കിടന്ന് മുഴുകി ഈ ഭോഗവിഷയങ്ങളിൽ അഭിരമിച്ച് തൻ്റെ വിലയേറിയ ആയുസ്സാണ് നഷ്ടമാകുന്നത് എന്ന് ചിന്തിക്കാതെ സമയം ചെലവഴിക്കുന്ന ആളുകളെയും നാം കാണുന്നു. ഇവിടെ ഭഗവാനോട് പറയുന്നു, ഇങ്ങനെയുള്ള മിഥ്യാഭിമാനത്തിൽ മുഴുകി, അതായത് ശരീരം തൻ്റെ ജീവിത ലക്ഷ്യമെന്നുള്ളത് ഈ ശരീരത്തെ സുഖിപ്പിക്കലും ആനന്ദിപ്പിക്കലുമാണ്. അതിനുവേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. ഈ കിട്ടിയ ആയുസ് സുഖമായിട്ട് വിഷയഭോഗങ്ങളെ അനുഭവിച്ച് ജീവിക്കലാണ് തൻ്റെ ലക്ഷ്യം എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ജീവന്മാർക്ക് അവരുടെ അജ്ഞാന അന്ധകാരത്തെ നീക്കി അവർക്ക് വിജ്ഞാനപ്രഭ നൽകുന്നതായിട്ടുള്ള ജ്ഞാനസൂര്യനായിട്ടല്ലേ ഭഗവാനെ അങ്ങ് ഉദയം ചെയ്തിട്ടുള്ളത്. അങ്ങനെ യോഗഭാസ്കരനായിരിക്കുന്ന ജ്ഞാനസൂര്യനായിരിക്കുന്ന അങ്ങ് എനിക്കിതിന് മറുപടി പറഞ്ഞു തരണം. കാരണം ഈ അജ്ഞാന അന്ധകാരത്തെ, ഇനി പറയും, വെളിയിലുള്ളതായ അന്ധകാരത്തെ നീക്കാൻ മാത്രമേ സൂര്യന് സാധിക്കൂ. എന്നാൽ നമ്മുടെ ഉള്ളിലുള്ള അജ്ഞാനമാകുന്ന അന്ധകാരത്തെ നീക്കുന്നത് ഗുരുനാഥനാണ്. ആ ഗുരുനാഥൻ ഈശ്വര സ്വരൂപം തന്നെയാണ്. അതുകൊണ്ട് അങ്ങ് സാക്ഷാൽ എന്നെപ്പോലെയുള്ള ദുഃഖിതരായിട്ടുള്ള ജീവന്മാരുടെ ഈ അജ്ഞാന അന്ധകാരത്തെ നീക്കുന്നതിന് ഉദയം ചെയ്തതായിട്ടുള്ള ജ്ഞാനസൂര്യനല്ലേ ഭഗവാനെ, അങ്ങ് എൻ്റെ ഈ അജ്ഞാന അന്ധകാരത്തെ നീക്കാൻ കനിവ് കാണിക്കണേ എന്നിങ്ങനെ ദേവഹൂതി ദേവി പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയ്ക്കാണ് ഭഗവാൻ മറുപടി പറയുന്നത്, അമ്മേ, ഭക്തിയോഗം പലതരത്തിലുണ്ട്. ഭക്തിയോഗോ ബഹുവിധ, പല വിധത്തിലാണ് ഭക്തിയോഗം.
സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്നീ 3 ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലനുസരിച്ച് മനുഷ്യരുടെ സ്വഭാവത്തിൽ മാറ്റം കാണപ്പെടുന്നത് പോലെ തന്നെ ഭക്തിയോഗത്തിലും വ്യത്യാസമുണ്ട്. ഒരാളുടെ പോലെയല്ല മറ്റൊരാളുടെ ഭക്തി. അതുകൊണ്ടാണ് പറയുന്നത് ഭക്തിയോഗം ബഹുവിധത്തിലാണ് എന്ന് പറയുന്നത്. പൊതുവേ 3 വിധത്തിലാണ് എന്ന് പറയുമ്പോഴും ഓരോരുത്തരുടെ ഉള്ളിലും ഈ സ്വഭാവ വ്യത്യാസങ്ങൾ ഉള്ളതുകൊണ്ട്, സ്വഭാവ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഗുണവ്യത്യാസം, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം ഇവകളുടെ ഏറ്റക്കുറവുകൾ വ്യത്യാസമായിട്ട് ഓരോരുത്തരിലും ഉണ്ടാകും. അപ്പം അതിനനുസരിച്ച് ഭക്തിയിലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് പറയുന്നു, മറ്റുള്ളവർക്ക് ഉപദ്രവമുണ്ടാകണമെന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ താൻ വലിയ ഭക്തനാണെന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയോ, മറ്റുള്ളവരോടുള്ള മത്സരം കൊണ്ടോ, അല്ലെങ്കിൽ താൻ ശരീരമാണെന്നും ഈശ്വരനും തന്നെ പോലെ ശരീരമാത്രനായ ഒരു വ്യക്തിയാണ് എന്നും കരുതിക്കൊണ്ട് ക്രോധത്തോടും ഭേദഭാവനയോടും കൂടിയിട്ട് ഈശ്വരനെ ഭജിക്കുന്ന ആളുകളുണ്ട്. അവർ താമസഭക്തരാണ്. അഭിസന്ധായ യോ ഹിംസാം ദംഭം മാത്സര്യമേവച്ച. ദംഭ്, മത്സരം, അഭിമാനം ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഈശ്വരനെ തന്നിൽ നിന്നും ഭിന്നമായി കരുതി ആരാധിക്കുന്ന ആളുകളുണ്ട്. അവർ താമസഭക്തന്മാരാണ്. ഇനി മറ്റൊരു കൂട്ടരാണ് രാജസഭക്തന്മാർ. അവരും ഈശ്വരനെ ഭജിക്കുന്ന ആളുകളാണ്. വിഷയാൻ അഭിസന്ധായ. അവർ വിഷയസുഖങ്ങൾ, ഐശ്വര്യം, കീർത്തി ഇതൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ ജീവനാണ്, ഈശ്വരൻ എന്നിൽ നിന്നും വേറെയാണ് എന്ന ഭാവത്തോടെ വിഗ്രഹാദികളിൽ ഭഗവാനെ ആരാധിക്കുന്ന ആളുകൾ അവർ രാജസഭക്തന്മാരാണ്. അപ്പം താമസഭക്തന്മാരും രാജസഭക്തന്മാരും തമ്മിലുള്ള വ്യത്യാസം, താമസഭക്തന്മാർ മറ്റുള്ളവർ നശിക്കുന്നതിന് വേണ്ടി അത് വലിയ ബലി കൊടുക്കുക, എന്ത് കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ മറ്റുള്ളവർ നശിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് മത്സരിച്ചുകൊണ്ടോ ഒക്കെ ഈശ്വരനെ ഭജിക്കുന്ന ആളുകളാണ് താമസഭക്തി. എന്നാൽ രാജസഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്നതിന് വേണ്ടിയല്ല, തനിക്ക് ഉന്നത ആവണം, തനിക്ക് സമ്പത്തുണ്ടാവണം, അല്ലെങ്കിൽ ഞാൻ വളരെ കീർത്തി കേട്ടവനാവണം, ഐശ്വര്യമുള്ളവനാകണം എന്നൊക്കെ വിചാരിച്ച് ഈശ്വരനെ ഭജിക്കുന്ന ആളുകൾ അവർ രാജസഭക്തന്മാരാണ്. എന്നാൽ കർമ്മനിർഹാരമുദ്ദിശ്യ, തൻ്റെ കർമ്മങ്ങളൊക്കെ ക്ഷയിക്കണമെന്നോ എല്ലാ കർമ്മങ്ങളും ഈശ്വരാർപ്പണമായി ചെയ്യണമെന്നോ ഒക്കെ വിചാരിച്ചുകൊണ്ട് താൻ ആത്മാവാണ്, പരമാത്മാവായ ഈശ്വരൻ തന്നിൽ നിന്ന് ഭിന്നനാണ് എന്ന ചിന്താഗതിയോടെ ഈശ്വര ഭജനം ചെയ്യുന്നവൻ സാത്വിക ഭക്തനാണ്. അപ്പം 3 പേരും ഈശ്വരൻ വേറെയാണ്, താൻ വേറെയാണ് എന്നുള്ള ഭാവനയോട് കൂടിയിട്ടാണ് ഭജിക്കുന്നത്. എന്നാൽ സാത്വികനായിട്ടുള്ള ഭക്തൻ തൻ്റെ കർമ്മങ്ങളൊക്കെ ക്ഷയിക്കണമെന്നും താൻ ഇത് ചെയ്യേണ്ടതാണ്, ഈശ്വര ഭജനം ചെയ്യേണ്ടതാണ് എന്നുള്ള ബോധത്തോടും കൂടി ഭജിക്കുന്നു. പക്ഷേ ഭേദഭാവനയോട് കൂടിയിട്ടാണ്. ഈശ്വരനെ ഭജിച്ചു കഴിഞ്ഞാൽ ഈശ്വരൻ തൻ്റെ പാപങ്ങളും അല്ലെങ്കിൽ ദോഷങ്ങളുമൊക്കെ ഇല്ലാതെയാക്കി തരും, തന്നെ അനുഗ്രഹിക്കും. ഈശ്വരൻ്റെ അനുഗ്രഹം തൻ്റെയും തൻ്റെ കുടുംബത്തിലും ഉണ്ടാകുന്ന സമയത്ത് എല്ലാ ദുഃഖങ്ങൾക്കുമൊക്കെ പരിഹാരമുണ്ടാകും എന്നൊക്കെ കരുതി ഈശ്വര ഭജനം ചെയ്യുന്ന ആൾ സാത്വിക ഭക്തനാണ്. ഈ തീരെ ഭക്തി ഇല്ലാത്തതിനേക്കാളും നല്ലതാണ് താമസഭക്തി. മറ്റുള്ളവരെ നശിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഈശ്വരനെ ഭജിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഒട്ടും ഭക്തി ഇല്ലാത്തവനേക്കാളും നല്ലതാണ് താമസഭക്തി. കാരണം താമസഭക്തി ക്രമേണ രാജസത്തിലേക്കും സാത്വികത്തിലേക്കൊക്കെ നമ്മൾ എത്തിക്കും. ആ വഴിയിൽ വന്നുവല്ലോ. അധർമ്മമാർഗത്തിൽ സഞ്ചരിക്കുന്ന ആൾ ധർമ്മമാർഗത്തിലേക്ക് പരിവർത്തനപ്പെടുകയാണ് ആദ്യത്തെ പടി. അത് തീർച്ചയായിട്ടും അഭിനന്ദനാർഹമാണ്, ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. എന്നാൽ താമസഭക്തിയേക്കാളും ശ്രേഷ്ഠമായിട്ടുള്ളത് രാജസഭക്തിയാണ്. കാരണം മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിനോ ഒന്നും ചിന്തിക്കുന്നില്ല. മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് ഈശ്വരനെ ഭജിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ ഭഗവാൻ പ്രസാദിക്കുക? കാരണം എല്ലാം ഈശ്വരൻ്റെ സന്താനങ്ങളാണ്.
എന്നാലും ഈശ്വരനെയാണല്ലോ ഭജിക്കുന്നത് എന്നുള്ളൊരു സമാധാനം. രാജസഭക്തിയാണ് താമസഭക്തിയേക്കാളും ശ്രേഷ്ഠം. രാജസഭക്തിയേക്കാളും സാത്വിക ഭക്തി കൂടുതൽ ശ്രേഷ്ഠമാണ്. പക്ഷെ ഈ 3 വിധ ഭക്തി കൊണ്ടും ഈശ്വര പ്രാപ്തി എന്നുള്ളത് ഒരിക്കലും സാധിക്കില്ല. ഈശ്വര അനുഗ്രഹം ഉണ്ടാകാം, പക്ഷെ ഈശ്വര പ്രാപ്തി എന്നുള്ളത് സാധിക്കില്ല. കാരണം ഈശ്വരൻ നിർഗുണനാണ്. അതുകൊണ്ട് തന്നെ നിർഗുണ ഭക്തി കൊണ്ട് മാത്രമേ ഈശ്വര പ്രാപ്തി എന്നുള്ളത് നേടാൻ സാധിക്കൂ. ഈശ്വരനായ എൻ്റെ ഭക്തവാത്സല്യാദി ഗുണങ്ങൾ കേൾക്കുന്ന മാത്രയിൽ തന്നെ സർവന്തര്യാമിയും പ്രകൃതി പുരുഷന്മാർക്ക് അതീതനുമായിട്ടുള്ള പുരുഷോത്തമനും തന്നിൽ ആത്മസ്വരൂപത്തിൽ വിളങ്ങുന്നവനുമായിട്ടുള്ള ആ എന്നിലേക്ക് എങ്ങനെയാണോ ഗംഗാനദി സമുദ്രത്തിലേക്ക് ഒഴുകുന്നത്, അതുപോലെ മനസ്സ് നിരന്തരം പ്രവഹിക്കാറായി തീരലാണ് നിർഗുണ ഭക്തിയുടെ ലക്ഷണം. അവന് പ്രത്യേകിച്ച് യാതൊരു ആഗ്രഹവുമില്ല, ഒന്നുകൊണ്ടും തടസ്സപ്പെടുന്നതുമല്ല ആ ഭക്തി. അതാണ് മദ്ഗുണശ്രുതിമാത്രേണ മയി സർവഗുഹാശയെ മനോഗതിരവിച്ഛിന്ന യഥാ ഗംഗാംഭസ്വ അംബുധൗ. എങ്ങനെയാണോ ഗംഗാനദി സമുദ്രത്തിലേക്ക് ഒഴുകുന്നത്, അതുപോലെ അതിന് മുറിവോ തടസ്സമോ ഒന്നുമില്ലാത്തതുപോലെ ഈശ്വരനിലേക്ക് യാതൊരു കാരണവും കൂടാതെ മനസ്സ് ഒഴുകുന്നതായിട്ടുള്ള ആ പ്രവാഹം, അതാണ് നിർഗുണ ഭക്തി. അതിന് യാതൊന്നും തടസ്സമില്ല, അല്ലെങ്കിൽ അത് തടസ്സപ്പെടുന്നില്ല. കാരണം ഇപ്പോൾ ഈ സാത്വിക ഭക്തനാണെങ്കിലും രാജസ ഭക്തനാണെങ്കിലും ഒക്കെ ഇടയ്ക്ക് തൻ്റെ വിചാരിച്ച കാര്യങ്ങൾ നടക്കാതിരിക്കുന്ന സമയത്ത് ഈശ്വരനോട് പരിഭവമോ ഒക്കെ തോന്നാം. എന്നാൽ ഇവിടെ അങ്ങനെയൊന്നുമില്ല, ഒരു കാര്യം കൊണ്ടും അത് തടസ്സപ്പെടുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല, വൈകുണ്ഠത്തിലെ വാസമാകുന്ന സാലോക്യം തുടങ്ങിയതായിട്ടുള്ള മുക്തിയെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. സാലോക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുണ്ഠലോകത്ത് താമസിക്കുന്നതായിട്ടുള്ള ആ ഭാവം. അപ്പം മുക്തിയുടെ 4 ഭാവങ്ങളെക്കുറിച്ച് ഭാഗവതത്തിലൊക്കെ പറയുന്നുണ്ട്. ഇത് കൈവല്യ മുക്തിയല്ല. സാലോക്യം വൈകുണ്ഠലോകത്ത് താമസിക്കുക. സാമീപ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സമീപത്തെപ്പോഴും വസിക്കാൻ കഴിയുക എന്നുള്ളത്, ഭഗവാന്റെ സമീപത്തെപ്പോഴും വസിക്കാൻ കഴിയുന്നത് സാമീപ്യമാണ്. സാരൂപ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ പറയുന്നു എന്നോട് തുല്യമായിട്ടുള്ള രൂപത്തെ പ്രാപിക്കൽ. അതാണ് വിഷ്ണു പാർഷദന്മാർക്കൊക്കെ സാരൂപ്യമുക്തി എന്ന് പറയും. എല്ലാവരും വൈകുണ്ഠമൂർത്തിയെ പോലെ ചതുർഭുജന്മാരായി ഒക്കെ കാണപ്പെടുന്നുണ്ടല്ലോ, അത് സാരൂപ്യമുക്തിയാണ്. എന്നോട് ഏകീഭവിച്ച് ഒന്നായി തീരലാകുന്ന സായുജ്യം, ഇതാണ് സായുജ്യം. സാലോക്യം. അതുപോലെ തന്നെ സാർഷ്ടി എന്ന് പറയുന്ന ഒരു മുക്തി കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാനെ പോലെ അണിമാതി ഐശ്വര്യങ്ങൾ ഉണ്ടാകലാണ് സാർഷ്ടി. അവർക്ക് എല്ലാ കാലത്തും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായിരിക്കും. ഈ പ്രപഞ്ച സൃഷ്ടി തുടങ്ങിയിട്ടുള്ളതായ ആ കഴിവുകൾ ഒഴിവാക്കി മറ്റുള്ളതായിട്ടുള്ള ആ ഐശ്വര്യങ്ങളൊക്കെ അങ്ങനെയുള്ള ആളുകൾക്ക് കിട്ടും. അതാണ് സാർഷ്ടി എന്ന് പറയുന്നത്. അപ്പോൾ സാലോക്യം, സാർഷ്ടി, സാമീപ്യം, സാരൂപ്യം, ഇങ്ങനെ 4 ഭക്തി. അവസാനം 5ാമതായിട്ട് ഭഗവാനോട് ഏകീഭവിച്ച് ഒന്നായി തീരലാകുന്ന സായുജ്യം. ഇങ്ങനെയുള്ള 5 വിധ മുക്തികളെ പോലും ഒരു ഉത്തമ ഭക്തൻ അല്ലെങ്കിൽ നിർഗുണ ഭക്തൻ ആഗ്രഹിക്കില്ല. കാരണം അവൻ ആ ഭഗവാനെ ഭജിക്കുന്നതിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള ആനന്ദം എന്നുള്ളത് ഈ മുക്തിയേക്കാളും ശ്രേഷ്ഠമായിട്ടാണ് അയാൾ കാണുന്നത്. അയാൾ എന്നെ സദാ സേവിക്കണമെന്നുള്ള ഒരു ആഗ്രഹമേ ആ ഭക്തനുണ്ടാവൂ. ഇതാണ് ആത്യന്തികമായിട്ടുള്ള ഭക്തി. അങ്ങനെയുള്ള ഭക്തി കൊണ്ട് മാത്രമേ മനസ്സിലെ 3 ഗുണങ്ങളെയും അതിക്രമിച്ച് പരമാത്മാവായ എന്നെ പ്രാപിച്ച് മുക്തയായി തീരാൻ കഴിയൂ. ഇപ്പം എന്താ അതിന് തടസ്സം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിർഗുണഭക്തിക്ക് എന്താ തടസ്സം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനസ്സിൻ്റെ മാലിന്യങ്ങളാണ് നിർഗുണഭക്തിക്ക് തടസ്സമായിട്ടുള്ളത്. മനോമാലിന്യങ്ങൾ നീങ്ങാനുള്ള അനുഷ്ഠാനങ്ങളെ ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു തരാം. അതാണ് ഒന്നാമത്തതായിട്ട്, യാതൊരു ഫലത്തെയും ആഗ്രഹിക്കാതെ സ്വന്തം കർമ്മങ്ങളെ ചെയ്യുക. സ്വന്തം കർത്തവ്യകർമ്മങ്ങളെ
ഫലനിരപേക്ഷമായി ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. സ്വന്തം കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻപും പറഞ്ഞിട്ടുണ്ട്, അവരവരുടെ വർണ്ണാശ്രമധർമ്മങ്ങൾ, തൻ്റെ കർത്തവ്യങ്ങൾ വേണ്ട രീതിയിൽ അനുഷ്ഠിക്കുക. ഒരു ജീവിക്കും ഹിംസ ഉണ്ടാകാത്ത രീതിയിൽ ദിവസവും യജ്ഞങ്ങളെ ചെയ്യുക. ഭഗവാന്റെ വിഗ്രഹങ്ങളെയും ഭക്തന്മാരെയും ഒക്കെ കാണുകയും അവരെ നമസ്കരിക്കുകയും പൂജിക്കുകയും സ്തുതിക്കുകയും ഒക്കെ ചെയ്യുക. എല്ലാ ജീവജാലങ്ങളിലും പരമാത്മഭാവനയെ വളർത്തുക. മനസ്സിനെ സത്വഗുണപ്രധാനമാക്കി തീർക്കുക. നിസ്സംഗമായി ജീവിക്കുക. മഹാത്മാക്കളെ ബഹുമാനിക്കുക. ദുഃഖിതന്മാരോട് അനുകമ്പയും തന്നോട് തുല്യരൊരു സ്നേഹവും വളർത്തുക. എല്ലാ കർമ്മങ്ങളും അഹങ്കാരമില്ലാതെ ചെയ്യുക. ഈ പറഞ്ഞതായിട്ടുള്ള അനുഷ്ഠാനങ്ങളെ കൊണ്ട് ക്രമേണ മനസ്സ് ശുദ്ധമായി തീർന്ന് അന്തര്യാമിയായ ഈശ്വരനിലേക്ക് നിരന്തരം പ്രവഹിക്കലാകുന്ന നിർഗുണഭക്തി ക്രമേണ ഉണ്ടായി വരും. ഈശ്വരനായിട്ടുള്ള ഞാൻ എല്ലാവരിലും എപ്പോഴും ആത്മസ്വരൂപത്തിൽ വിളങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള എന്നെ അവഗണിച്ചുകൊണ്ടാണ് പലരും വെറും വിഗ്രഹത്തിൽ മാത്രം എന്നെ ആരാധിക്കുന്നത്. അതാണ് കുരുതേ അർച്ചാവിഡംബനം എന്ന് പറയുന്നത്. അഹം സർവേഷു ഭൂതേഷു ഭൂതാത്മാ അവസ്ഥിത സദാ തം അവജ്ഞായ മാം മർത്യ കുരുതേ അർച്ചാവിഡംബനം. സർവേഷു ഭൂതേഷു, എല്ലാ ജീവജാലങ്ങളിലും സദാ വിളങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള എന്നെ, ആത്മസ്വരൂപത്തെ മറന്ന് വെറും വിഗ്രഹത്തിൽ മാത്രം ആരാധിക്കുന്നത് മൂഢതയാണ്. സർവാത്മാവായിരിക്കുന്ന എന്നെ അറിയാൻ പോലും ശ്രമിക്കാതെയുള്ളതായ വിഗ്രഹ ആരാധന എന്ന് പറയുന്നത് ഭസ്മത്തിൽ ചെയ്യുന്നതായ ഹോമം പോലെ നിഷ്പ്രയോജനമാണ്. അതായത് അഗ്നി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണല്ലോ അതിൽ ദ്രവ്യങ്ങൾ സമർപ്പിക്കേണ്ടത്, ഹോമം ചെയ്യേണ്ടത്. എന്നാൽ വിറകൊക്കെ കത്തിക്കഴിഞ്ഞ് വെറും വെണ്ണീറായി കഴിഞ്ഞാൽ അതിൽ ഹോമിച്ചു കഴിഞ്ഞാൽ ഹോമദ്രവ്യങ്ങളൊന്നും ദഹിക്കില്ല. അതുപോലെ തന്നെ അത് വെറും ഹോമം എന്നുള്ളത് പറയൽ മാത്രമേ ഉള്ളൂ. കാരണം ആ സമർപ്പിച്ചതായിട്ടുള്ള ദ്രവ്യങ്ങളൊക്കെ കത്തിത്തീരുന്നതാണല്ലോ ദേവതയ്ക്കുള്ള സമർപ്പണം. അതുപോലെ തന്നെ മൂഢതയാണ് ഇവിടെയും ഈ കാണുന്നത്. കാരണം എല്ലാവരെയും നിന്ദിച്ചുകൊണ്ട് ഈശ്വരനെ ആരാധിക്കുക എന്നുള്ളത് മൂഢതയാണ്, നിഷ്പ്രയോജനമായിട്ടുള്ളതാണ്. മറ്റ് ശരീരങ്ങളിൽ ആത്മസ്വരൂപത്തിൽ വിളങ്ങുന്നതായിട്ടുള്ള എന്നെ ദ്വേഷിച്ചും ശരീരാഭിമാനം വളർത്തിയും ഭേദബുദ്ധിയോടുകൂടി മറ്റുള്ളവരിൽ വൈരഭാവത്തോടെ ജീവിക്കുന്നവരുടെ മനസ്സ് ഒരിക്കലും ശാന്തമായി തീരില്ല. ദിഷതഃ പരകായോ മാനിനോ ഭിന്നദർശിനഃ ഭൂതേഷു ബദ്ധവൈരസ്യ ന മനഃശാന്തി മൃച്ഛതി. മറ്റുള്ള ആളുകളോട് ദ്വേഷ്യം, അസൂയ തുടങ്ങിയതൊക്കെ വളർത്തി 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 മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുക, പരദൂഷണം പറയുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഭേദഭാവത്തോടുകൂടി നിത്യമായും മറ്റ് ജീവജാലങ്ങളോടോ മനുഷ്യരോടോ ഒക്കെ വൈരാഗ്യം വളർത്തി, വൈരാഗ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്വേഷം വളർത്തി ജീവിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും മനഃശാന്തി ഉണ്ടാകുന്നതല്ല എന്നിവിടെ പറയുന്നു. ജീവജാലങ്ങളെ അപമാനിക്കുന്നവർ ചെയ്യുന്ന അത്യുത്കൃഷ്ടമായിട്ടുള്ള പൂജ പോലും എന്നെ ഒരു വിധത്തിലും സന്തോഷിപ്പിക്കാൻ പര്യാപ്തമല്ല എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അഹമുച്ചാവചേ ദ്രവ്യൈഹി ക്രിയാ ഉത്പന്നയാനഘേ നൈവ തുഷ്യെ അർച്ചിതോ അർച്ചായാം ഭൂതഗ്രാമാവമാനിന. അതുകൊണ്ടാണ് ആരുടെയെങ്കിലും ദേഹത്ത് നമ്മുടെ കാല് തട്ടിക്കഴിഞ്ഞാൽ ഉടനെ തൊട്ട് തലയിൽ വെക്കുക തുടങ്ങിയിട്ടുള്ള ഒരു ചടങ്ങുകളൊക്കെ നമ്മൾ ചെയ്യാറുണ്ടല്ലോ. അതെന്താണെന്നൊക്കെ അറിയുമ്പോഴും നമ്മൾക്ക് അറിയില്ലെങ്കിൽ കൂടിയിട്ട് പലപ്പോഴും അങ്ങനെയാണ്. നമ്മളെല്ലാവരെയും ആദരിക്കുക, ബഹുമാനിക്കുക. കാരണം എല്ലാവരുടെ ഉള്ളിലും ആ ഈശ്വര ചൈതന്യമാണ് നിലകൊള്ളുന്നത്. അതിനെയൊക്കെ തിരസ്കരിച്ചുകൊണ്ട് മറ്റുള്ളവരോടോ അല്ലെങ്കിൽ മറ്റുള്ള ജീവജാലങ്ങളോടോ വിദ്വേഷം പുലർത്തി ജീവജാലങ്ങളെ അപമാനിച്ചുകൊണ്ട് ചെയ്യുന്നതായിട്ടുള്ള അത്യുത്കൃഷ്ടമായിട്ടുള്ള പൂജ പോലും ഭഗവാൻ പറയുന്നു എന്നെ ഒരു വിധത്തിലും സന്തോഷിപ്പിക്കാൻ പര്യാപ്തമല്ല. അവിടെ വേറൊരു സ്ഥലത്ത് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, എനിക്കുള്ള ഏറ്റവും വലിയ പൂജ എന്ന് പറയുന്നത് ദയാ സർവഭൂതേഷു
എല്ലാ ജീവജാലങ്ങളോടും കാരുണ്യം കാണിക്കുന്നത് തന്നെയാണ് എനിക്കുള്ളതായിട്ടുള്ള ഏറ്റവും വലിയ പൂജ. കാരണം എല്ലാ ജീവജാലങ്ങളും ഈശ്വരസ്വരൂപികൾ തന്നെയാണ്. എല്ലാ ജീവജാലങ്ങളെയും ആത്മസ്വരൂപത്തിൽ സ്നേഹിക്കാറായി തീരണം. അതെങ്ങനെ സാധിക്കും? ഈശ്വര ആരാധന കൊണ്ട് ശരീര അഭിമാനം നീങ്ങി എല്ലാ ജീവജാലങ്ങളെയും ആത്മസ്വരൂപത്തിൽ സ്നേഹിക്കാറായി തീരലാണ് ശരിയായ ഭക്തി. ആ ലക്ഷ്യത്തെ മറക്കാതെ വേണം ഭഗവാനെ വിഗ്രഹത്തിൽ ആരാധിക്കാൻ. ഇവിടെ വിഗ്രഹത്തിൽ ആരാധിക്കുന്നതിന് വിഗ്രഹ ആരാധനയെ നിഷേധിക്കുകയല്ല ചെയ്യുന്നത്. പക്ഷേ ആ വിഗ്രഹ ആരാധനയിലൂടെ നമ്മൾ എത്തിച്ചേരേണ്ടത് വിശാലമായിട്ടുള്ള തലത്തിലേക്കാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഈശ്വരനെ പൂജിക്കാൻ. വർണ്ണാശ്രമ ധർമ്മങ്ങളെ ആചരിച്ചുകൊണ്ട് ശ്രദ്ധയോടു കൂടിയിട്ട് എന്നെ വിഗ്രഹത്തിൽ പൂജിക്കുകയാണ് എങ്കിൽ, കാരണം വിഗ്രഹമില്ലാതെ നമുക്കൊരു ആരാധന സാധാരണ ജനങ്ങൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഈശ്വര ആരാധനയുടെ ആദ്യപടി എന്നുള്ളത് ഭഗവാനെ വിഗ്രഹത്തിൽ ആരാധിക്കുക എന്നുള്ളതാണ്. അല്ലാതെ സർവാത്മാവായിരിക്കുന്ന ഭഗവാനെ സാധാരണ ഒരാൾക്ക് പെട്ടെന്ന് അറിയാൻ സാധിക്കില്ല. കാരണം അതിനുള്ള അന്ധക്കരണ ശുദ്ധിയോ വൈരാഗ്യമോ ഒന്നും ഉണ്ടാകുന്നില്ല. അപ്പം അതുകൊണ്ട് വർണ്ണാശ്രമ ധർമ്മങ്ങളെയൊക്കെ കഴിയാവുന്ന രീതിയിൽ വേണ്ട രീതിയിൽ പരിപാലിച്ചുകൊണ്ട് ശ്രദ്ധയോടു കൂടിയിട്ട് എന്നെ വിഗ്രഹത്തിൽ പൂജിക്കുകയാണ് എങ്കിൽ കാലം കൊണ്ട് തന്നിലും എല്ലാ ജീവജാലങ്ങളിലും ആത്മസ്വരൂപത്തിൽ വിളങ്ങുന്ന ഈശ്വരനായ എന്നിൽ നിഷ്കളങ്ക ഭക്തി ഉണ്ടാവും. പരമാത്മാവും ജീവനായ താനും വേറെയാണ് എന്ന തോന്നൽ അല്പമെങ്കിലും ഉള്ള കാലം വരെ മരണഭയത്തിൽ നിന്ന് ഒരിക്കലും നിവൃത്തി ഉണ്ടാവില്ല എന്ന് പ്രത്യേകം പറയണം. ആത്മനശ്ച പരസ്യാപി യക്കരോത്യന്തര ഉദരം തസ്യ ഭിന്നദൃശവും മൃത്യുഹു വിദധേ ഭയമുൽബണം 26-ാം ശ്ലോകത്തിൽ പറയുന്നു. ഉപനിഷത്തിലും പറയും, ഉദരം അന്തരം കുരുതേ അഥ തസ്യ ഭയം ഭവതി. ബൃഹദാരണ്യകശ്രുതിയിൽ പറയും, അല്പമെങ്കിലും ഭേദഭാവം ഉണ്ടാകുന്നുണ്ടോ, ആ ഭേദഭാവം ഉള്ളിടത്തോളം കാലം നമ്മുടെ ഉള്ളിൽ നിന്നും ഭയം നീങ്ങില്ല. എന്താണ് ഭയം? മരണഭയം തന്നെ, വേറൊന്നുമല്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, പരമാത്മാവായ ഭഗവാനും ജീവനായിട്ടുള്ള താനും വേറെയാണ് എന്ന തോന്നൽ അല്പമെങ്കിലും ഉള്ളതായിട്ടുള്ള കാലം വരെ മരണഭയത്തിൽ നിന്ന് നിവൃത്തി ഉണ്ടാവില്ല. പരമാത്മാവ് ഒഴികെ മറ്റെല്ലാം നാശമുള്ളതാണ്. അതിനാൽ പരമാത്മാവിൽ നിന്ന് അന്യമായ എല്ലാ പ്രതീതികളും ഇല്ലാതാവലാണ് ഭയനിവൃത്തിക്ക് വേണ്ടത്. നിർഗുണ ഭക്തി കൊണ്ട് മാത്രമേ അത് സാധിക്കൂ. പരമാത്മാവ് നിത്യമാണ്, സത്യമായിട്ടുള്ളതാണ്. ജീവനും അതുപോലെ തന്നെ ആ പരമാത്മാവിൻ്റെ അംശമാണ്, നിത്യമാണ്, സത്യമാണ്. താൻ ഭഗവാനിലാണ് ലയിക്കുന്നത്, ഭഗവാനോട് കൂടിയിട്ടാണ് ചേരുന്നത്. അങ്ങനൊരു നല്ല ഭക്തനാണെങ്കിൽ അയാൾക്കൊരിക്കലും ഭയമുണ്ടാകുന്നില്ല. കാരണം ജീവിതത്തിൽ അല്പമെങ്കിലും ഭഗവൻ നാമജപാദി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ഭഗവാന്റെ ലോകത്തേക്കല്ലേ, ഭഗവാന്റെ അടുത്തേക്കല്ലേ പോവുക. ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നതിന് എന്തിനാണ് ഭയക്കുന്നത്? പിന്നെ സാധാരണ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തനിക്ക് സംസാരത്തിലുള്ള വസ്തുക്കളെ നഷ്ടമാകുമെന്നുള്ള ഭയമാണ്. അത് അന്ധകരണ ശുദ്ധി ഇല്ലാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ്, തോന്നുന്നതാണ്. നിർഗുണഭക്തി കൊണ്ട് അത് സാധിക്കൂ ഭയനിവൃത്തി എന്ന് പറയുന്നത്. എല്ലാ ജീവജാലങ്ങളിലും ആത്മസ്വരൂപത്തിൽ വിളങ്ങുന്ന എന്നെ ദാനം, ബഹുമാനം, അഭേദസ്നേഹം എന്നിവ കൊണ്ട് ആരാധിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ കാലം കൊണ്ട് ഭേദഭാവന നീങ്ങും. അങ്ങനെ എല്ലാത്തെയും പരമാത്മാവായി കണ്ട് സ്നേഹിക്കലാകുന്ന അത്യുത്കൃഷ്ട ഭക്തി ഉണ്ടായിത്തീരും എന്ന് ഭഗവാൻ പറയുന്നു. എന്നിട്ട് പറയുന്നു, ജീവാശ്രേഷ്ഠാഖ്യ ജീവാനാം. കല്ല്, മണ്ണ് തുടങ്ങിയ അചേതന വസ്തുക്കളെക്കാളും വൃക്ഷലതാദികൾ ശ്രേഷ്ഠങ്ങളാണ്. കാരണം കല്ല്, മണ്ണ് മുതലായവ പൂർണ്ണമായും ജഡമാണ്. എന്നാൽ വൃക്ഷലതാദികൾ സചേതനങ്ങളാണ്. അതിനേക്കാളും ശ്രേഷ്ഠമാണ് ഇഴജന്തുക്കൾ. കാരണം ജീവനുണ്ട്, അവയ്ക്ക് ചലിക്കാൻ സാധിക്കുന്നു. വൃക്ഷലതാദികൾക്ക് അവ അചരങ്ങളാണ്, ചരങ്ങളല്ല. അതായത് ചലിക്കാൻ സാധിക്കുന്നില്ല. വളരാനും പുഷ്പിക്കാനും കായ്ക്കാനും ഒക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ കൂടി സഞ്ചരിക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ ഇഴജന്തുക്കൾക്കൊക്കെ സഞ്ചരിക്കാൻ സാധിക്കുന്നുണ്ട്.
അവയെക്കാളും ശ്രേഷ്ഠമാണ് നാൽക്കാലി, അതായത് മൃഗങ്ങൾ. അവയ്ക്ക് കുറച്ചുകൂടി ശ്രേഷ്ഠതയുണ്ട്. ഉരകങ്ങളെക്കാളും ശ്രേഷ്ഠമാണല്ലോ കാലുകൊണ്ട് നടന്ന് സഞ്ചരിക്കുന്നതായിട്ടുള്ള നാൽക്കാലികൾ. ഇഴജന്തുക്കളെ ഉരകങ്ങളെന്ന് പറയും. അതായത് ഉരസാ ഗച്ഛതീതി ഉരകഃ എന്ന് പറയും. അതായത് മാറിടം മണ്ണിൽ ഇഴച്ച് സഞ്ചരിക്കുന്നവ. അപ്പോൾ ഉരകങ്ങളുടെ അല്ലെങ്കിൽ ഇഴജന്തുക്കളുടെ അവയുടെ മാറിടം മണ്ണിൽ ഉരസിയാണല്ലോ സഞ്ചരിക്കുന്നത്. അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളതാണ് കാലുകൊണ്ട് സഞ്ചരിക്കാൻ സാധിക്കുന്നതായിട്ടുള്ള മൃഗങ്ങൾ. മൃഗങ്ങളെക്കാളും ശ്രേഷ്ഠരാണ് മനുഷ്യൻ. വിവേചന ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കുന്നു. മനുഷ്യരിൽ വെച്ച് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യശൂദ്രരാകുന്ന 4 വർണ്ണങ്ങൾ ശ്രേഷ്ഠമാണ്. കാരണം ചണ്ടാളനും മറ്റുള്ള പല വിധത്തിലുള്ള മനുഷ്യരുണ്ടല്ലോ. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠമാണ് ഈ 4 വർണ്ണങ്ങളെ മനസ്സിലാക്കിയ വർണ്ണവ്യവസ്ഥയോട് കൂടിയിട്ട് ജീവിക്കുന്ന ആളുകൾ. അവരിലും ബ്രാഹ്മണർ കൂടുതൽ ഉത്കൃഷ്ടരായിട്ടുള്ള ആളുകളാണ്. ബ്രാഹ്മണർ ഉത്കൃഷ്ടരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രങ്ങളെ പഠിക്കാനും ശാസ്ത്രങ്ങളിൽ പറയുന്നതായിട്ടുള്ള ആചാര രീതികളെ പാലിക്കാനും കൂടുതൽ സാധ്യതകൾ ഉള്ളവരാണ്. ജീവിതത്തിൽ കുറച്ചുകൂടി സത്വപ്രധാനികളായിട്ട് ജീവിക്കാൻ സാധിക്കുന്നവരാണ് ബ്രാഹ്മണർ എന്നുള്ളത് കൊണ്ടാണ് ബ്രാഹ്മണർ ശ്രേഷ്ഠരാണ് എന്ന് പറഞ്ഞത്. ഈ ബ്രാഹ്മണരിൽ തന്നെ വേദജ്ഞന്മാർ ശ്രേഷ്ഠരാണ്. ബ്രാഹ്മണരിൽ എല്ലാവരും ഒന്നും വേദം പഠിക്കുന്നില്ല. പാചകക്കാരായിട്ടുള്ള ആളുകളുണ്ട്, മറ്റാളുകളുണ്ട്. പക്ഷേ ഈ ബ്രാഹ്മണരിൽ വേദം പഠിക്കാൻ കഴിഞ്ഞിട്ടുള്ള ആളുകൾ, വേദം അറിയുന്ന ആളുകൾ ശ്രേഷ്ഠരായിട്ടുള്ള ആളുകളാണ്. ഈ വേദം പഠിച്ചിട്ടുള്ള ബ്രാഹ്മണരിൽ തന്നെ വേദത്തിൻ്റെ അർത്ഥം അറിയുന്ന ആളുകൾ അതിനേക്കാളും ശ്രേഷ്ഠമാണ്. വെറുതെ ചൊല്ലി പഠിച്ചു എന്നല്ലാതെ അത് എന്താണ് എന്നുള്ളതായിട്ടുള്ള അർത്ഥം അറിയാത്ത ആളുകൾ, ഇപ്പോൾ മുസ്ലിങ്ങളുടെ ഇടയിലൊക്കെ അങ്ങനെയാണ്. ഖുറാൻ നന്നായിട്ടൊക്കെ പഠിക്കും, പക്ഷേ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയില്ല. അതാണല്ലോ പല തെറ്റിദ്ധാരണകൾക്കും പലർക്കും കാരണമായിട്ടുള്ളത്. ഈ അറബി ഓതി പഠിക്കുക എന്നുള്ളതല്ലാണ്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാറില്ല. അതുപോലെ തന്നെ ഈ വേദം ചൊല്ലി പഠിക്കുക എന്നുള്ളതല്ലാതെ ആ മന്ത്രത്തിൻ്റെ അർത്ഥങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ ആശയങ്ങളോ പഠിക്കാത്ത ആളുകളാണ് ഈ കേവലം വേദപാഠം ചെയ്യുന്ന ആളുകൾ. അവരെക്കാളും ശ്രേഷ്ഠമാണ് വേദത്തിൻ്റെ അർത്ഥം അറിയുന്ന ആളുകൾ. ആ അർത്ഥത്തെ അറിയുന്ന ആളുകളെക്കാളും ശ്രേഷ്ഠരായിട്ടുള്ള ആളുകളാണ് സംശയം തീർക്കാൻ കഴിവുള്ളവർ. ഒരാൾ വന്ന് എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ സംശയം ദൂരീകരിക്കാൻ കഴിവുള്ള സാമർഥ്യമുള്ള ആൾ ഈ അർത്ഥം അറിയുന്ന ആളുകളെക്കാളും ശ്രേഷ്ഠരായിട്ടുള്ള ആളുകൾ. ഇനിയൊക്കെ പറയുന്ന ആളുകളെക്കാൾ ആണ് അതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഈ സംശയം തീർക്കാൻ കഴിവുള്ളവനേക്കാളും. സംശയം തീർക്കാൻ കഴിവുള്ള ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഉത്കൃഷ്ടമായിട്ടുള്ളൊരു സ്ഥാനമായിട്ട് നേരത്തെ പറഞ്ഞു, മറ്റു ജീവികളെയൊക്കെ അപേക്ഷിച്ച്. എന്നാൽ അതിനേക്കാളും ശ്രേഷ്ഠമായിട്ടുള്ള ആളാണ് സ്വധർമ്മം ആചരിക്കുന്ന ആൾ. അവരവരുടെ സ്വധർമ്മയെ നിധനം ശ്രേയഃ എന്ന് ഗീതയിൽ പറയുന്നുണ്ടല്ലോ. അപ്പോൾ സ്വധർമ്മം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. ആ സ്വധർമ്മം കഴിവിനനുസരിച്ച് തെറ്റുകൂടാതെ ഒരാൾ ആചരിക്കുന്നുണ്ടെങ്കിൽ ഇവരെക്കാളൊക്കെ ശ്രേഷ്ഠമായിട്ടുള്ള ആളാണ്. അതിനേക്കാളും ശ്രേഷ്ഠമായിട്ടുള്ള ആളാണ് നിഷ്കാമകർമ്മം ചെയ്യുന്നവർ. തൻ്റെ പ്രവർത്തികളൊക്കെ ഈശ്വരാർപ്പണ ഭാവത്തിൽ ചെയ്യുന്ന ഒരാൾ നിഷ്കാമകർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരെക്കാളൊക്കെ ശ്രേഷ്ഠനായിട്ടുള്ള ഒരാളാണ്. ഇങ്ങനെ ഇവരൊക്കെ ഓരോരുത്തരും ഉത്തരോത്തരം യോഗ്യന്മാരാണ് എന്ന് പറയും. സകലവിധ കർമ്മങ്ങളെയും ഉപേക്ഷിച്ച് മനസ്സിനെ ആത്മാവിൽ ദൃഢമായിട്ട് ഉറപ്പിച്ച് ആത്മബോധത്തിൽ മുഴുകിക്കൊണ്ട് കഴിയുന്ന ജ്ഞാനിയാണ് സർവോത്കൃഷ്ടനായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹമാണ് ഇതിനൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരാൾ. അദ്ദേഹത്തിനേക്കാളും മീതയായിട്ട് ആരുമില്ല. അതാണ് ഏറ്റവും പറയുന്നത്. അതായത് സകലവിധ കർമ്മങ്ങളെയും ഉപേക്ഷിച്ച് മനസ്സിനെ ആത്മാവിൽ ദൃഢമായിട്ട് ഉറപ്പിച്ച് ആത്മബോധത്തിൽ മുഴുകിക്കഴിയുന്ന ജ്ഞാനിയാണ് എല്ലാറ്റിലും വെച്ച് ഉത്കൃഷ്ടനായിട്ടുള്ള ഒരാൾ. അദ്ദേഹത്തെക്കാൾ മീതയായിട്ട് മറ്റൊരാളുമില്ല.
അതുകൊണ്ടാണ് ഉപനിഷത്തിലൊക്കെ വളരെ ശ്രേഷ്ഠമായിട്ട് പറയുന്നത്, ആത്മജ്ഞനെ പൂജിക്കേണ്ടതാണ്. ആത്മജ്ഞനായിട്ടുള്ള ആത്മജ്ഞാനികളായിട്ടുള്ള മഹാത്മാക്കളുടെ സിദ്ധപുരുഷന്മാരുടെ ദർശനം തന്നെ പുണ്യമായിട്ടുള്ളതാണ്. അത് ഭൗതികമായിട്ടുള്ള ശ്രേയസ് ആഗ്രഹിക്കുന്ന ആളുകൾ പോലും ചെയ്യേണ്ടതാണ്. ആത്മജ്ഞം അർച്ചയേത് ഭൂതികാമഹ എന്ന് ഉപനിഷത്തിൽ പറയുന്നതാണ്. ശ്രേയസ് ഉണ്ടാവണമെന്ന് ആചരിക്കുന്ന ആളുകൾ മഹാത്മാക്കളെ, സിദ്ധമഹാത്മാക്കളെ, നേരത്തെ പറഞ്ഞതുപോലെയുള്ളതായ ഉത്കൃഷ്ടരായിട്ടുള്ള ജ്ഞാനി മഹാപുരുഷന്മാരെ സേവിക്കേണ്ടതാണ്. ആ നിലയിലുള്ള ജ്ഞാനി ആയിത്തീരാനാണ് ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. അവരെ ആരാധിച്ചുകൊണ്ട് ഭൗതിക സമ്പത്ത് വർദ്ധിപ്പിക്കാനല്ല, മറിച്ച് അങ്ങനെയുള്ള ജ്ഞാനി ആയിത്തീരാനാണ് ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. അതെങ്ങനെ സാധിക്കുമെന്നുള്ളതൊക്കെ പറഞ്ഞു. ഈശ്വരൻ ജീവസ്വരൂപത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന ഭാവത്തോടെ സകല ജീവജാലങ്ങളെയും മനസാ നമസ്കരിച്ചുകൊണ്ട് ജീവിക്കുകയാണ് എങ്കിൽ കാലക്രമത്തിൽ സ്വന്തം ശരീരത്തെയും മറ്റുള്ള ശരീരങ്ങളെയും ഒക്കെ മറന്ന് എല്ലാത്തിലും ആത്മാവായി പ്രകാശിക്കുന്ന എന്നിൽ നിർഗുണ ഭക്തി ഉണ്ടാകും എന്ന് ഇവിടെ പറയുന്നു. പരബ്രഹ്മസ്വരൂപിയും പരമാത്മാവുമായ എൻ്റെ ഒരു സ്വരൂപത്തെയാണ് എല്ലാവരിലും അന്തര്യാമിയാകുന്ന ആത്മാവായി വർണ്ണിച്ചത്. ഭേദഭാവന നീങ്ങാത്തവർക്ക് ഭയമുണ്ടാക്കുന്നതായിട്ടുള്ള കാലം എന്നുള്ളത് എൻ്റെ മറ്റൊരു സ്വരൂപമാണ്. ആത്മസ്വരൂപവും കാലസ്വരൂപവും, പുറത്ത് കാലസ്വരൂപത്തിലും അകത്ത് ആത്മസ്വരൂപത്തിലും ഭഗവാൻ വർത്തിക്കുന്നു എന്ന് മുൻപ് പറഞ്ഞിട്ടുണ്ട്. അകത്ത് ആത്മസ്വരൂപത്തിൽ വർത്തിക്കുന്ന രൂപത്തെക്കുറിച്ചാണ് ഇതുവരെ പറഞ്ഞത്. അതുകൊണ്ടാണ് പരബ്രഹ്മസ്വരൂപിയും പരമാത്മാവുമായ എൻ്റെ ഒരു സ്വരൂപത്തെ പറ്റിയാണ് ഇതുവരെ വർണ്ണിച്ചത്. എല്ലാവരിലും അന്തര്യാമിയായി നിലകൊള്ളുന്നതായ ആത്മസ്വരൂപമായിട്ടുള്ളത്. എന്നാൽ ഭേദഭാവന നീങ്ങാത്ത ആളുകൾക്ക് ഭയമുണ്ടാക്കുന്നതായിട്ടുള്ള കാലം എന്നുള്ളത് എൻ്റെ മറ്റൊരു സ്വരൂപമാണ്. എല്ലാവരുടെയും ഉള്ളിൽ പ്രവേശിച്ച് ജീവജാലങ്ങളെ സംഹരിച്ചു കൊണ്ടിരിക്കുന്ന ശക്തിയാണ് കാലം. കാലസ്വരൂപനായി എനിക്ക് പ്രിയപ്പെട്ടവനോ അപ്രിയനോ ബന്ധുവോ വിരോധിയോ ആരുമില്ല. ലക്ഷ്യത്തെ മറന്നു കഴിയുന്നവരെ മറവി കൂടാതെ തന്നെ പിടികൂടി സംഹരിക്കുന്ന കാലസ്വരൂപനായ ഞാൻ, എൻ്റെ രണ്ടാമത്തെ സ്വരൂപമാണത്. വായു വീശുന്നത്, സൂര്യൻ പ്രകാശിക്കുന്നത്, ഇന്ദ്രൻ മഴ പെയ്യിക്കുന്നത്, നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നത്, വൃക്ഷങ്ങളും ലതകളും പൂക്കുന്നതും കായ്ക്കുന്നതും, നദികൾ ഒഴുകുന്നത്, സമുദ്രം കരകവിഞ്ഞൊഴുകാത്തത്, അഗ്നി ജ്വലിക്കുന്നത്, ഭൂമി വെള്ളത്തിൽ താണുപോകാതിരിക്കുന്നത്, ആകാശം എല്ലാവർക്കും ഇടം കൊടുക്കുന്നത്, ദേവന്മാർ അവരവരുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നത് എല്ലാം കാലസ്വരൂപനായ ഈശ്വരനെ ഭയപ്പെട്ടുകൊണ്ടാണ്. അവസാനമില്ലാത്തവനും എല്ലാറ്റിനും അവസാനമുണ്ടാക്കുന്നവനും ആദിയില്ലാത്തവനും എല്ലാവർക്കും ആദി കാരണവുമായിട്ടുള്ള കാലസ്വരൂപനായ ഭഗവാൻ ജനങ്ങളെ കൊണ്ടു തന്നെ സൃഷ്ടിക്കുകയും അന്തകനെ പോലും മൃത്യുവിനെ കൊണ്ട് സംഹരിപ്പിക്കുകയും ചെയ്യുന്നു. കാലപ്രവാഹം കൊണ്ട് എല്ലാം നശിക്കുന്നതായി വിചാരം ചെയ്ത് ബോധിച്ചാൽ നശ്വരങ്ങളായ വിഷയങ്ങളിൽ വൈരാഗ്യമുണ്ടാകും. വൈരാഗ്യമെന്നാൽ ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളിൽ ആഗ്രഹമില്ലാതെ ആയി തീരലാണ്. അതാണ് വൈരാഗ്യം, വിഗതമായ രാഗം എന്ന് പറയുന്നത്. വൈരാഗ്യം കൊണ്ട് കാത്, ത്വക്ക്, കണ്ണ്, നാവ്, മൂക്ക് എന്നീ ഇന്ദ്രിയങ്ങൾ ക്രമേണ അടങ്ങും. ഇന്ദ്രിയങ്ങൾ അടങ്ങിയാൽ മാത്രമേ മനസ്സ് അന്തർമുഖമായി തീർന്ന് ആത്മസ്വരൂപനായ ഭഗവാനിൽ ഭക്തി ഉണ്ടാവുള്ളൂ. അതിനുവേണ്ടിയാണ് കാലത്തിൻ്റെ ശക്തിയെ ഇങ്ങനെ വർണ്ണിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ അധ്യായം 29-ാം അധ്യായം ഇവിടെ ഉപസംഹരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി 30-ാം അധ്യായത്തിൽ ജീവൻ്റെ അധോഗതി അല്ലെങ്കിൽ ജീവൻ്റെ നിരൂപണമാണ് ഇനി ചെയ്യുന്നത്. അതായത് ആത്മവിസ്മൃതനായി ജീവിക്കുന്ന ആളുകളുടെ ഗതി. ഇതുവരെ ഈശ്വരഭക്തി കൊണ്ട് നമുക്ക് ഉയരാൻ സാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, ഭക്തി ഉണ്ടാകുന്ന മാർഗങ്ങളെക്കുറിച്ചൊക്കെ പ്രതിപാദിച്ചു. ഇനി ഈശ്വര വിമുഖരായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ടാകും. അവരുടെ അവസ്ഥ അല്ലെങ്കിൽ അവരുടെ ഗതി എന്തായിത്തീരും എന്നുള്ളതാണ് പറയുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. ഹരി ഓം തത്സത്.